ഒരു ലിസ്റ്റഡ് കമ്പനി ബോണസ് ഇഷ്യൂ, ഓഹരി വിഭജനം അഥവാ സ്റ്റോക്ക് സ്പ്ലിറ്റ് പോലുള്ള കോർപ്പറേറ്റ് നടപടികളൊക്കെ ഒരേ സമയം തന്നെ നിശ്ചയിക്കാറുള്ളത് അത്ര പതിവുള്ള കാര്യമല്ല. കാരണം ഈ രണ്ട് നടപടികളും കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന പാരിതോഷികങ്ങളെ കണക്കാക്കുന്നതിനാലും അതേപോലെ തന്നെ ഈ രണ്ട് കോർപ്പറേറ്റ് നടപടികളും ഓഹരിയുടെ വിപണി വിലയിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനവും ഏറെക്കുറെ സാമ്യത ഉള്ളതിനാലുമാണിത്. എന്നാൽ മൈക്രോ ക്യാപ് വിഭാഗത്തിൽ നിന്നുള്ള പ്രതിൽ ലിമിറ്റഡ് എന്ന ഓഹരി ഒരുമിച്ച് ബോണസ് ഇഷ്യൂവും സ്റ്റോക്ക് സ്പ്ലിറ്റും നടത്താൻ പോവുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളും ഓഹരിയിൽ നേരിടാവുന്ന മാറ്റങ്ങളും എങ്ങനെയൊക്കെയെന്ന് നോക്കാം. വിവിധ ക്ഷീരോൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിൽ ശ്രദ്ധയൂന്നിരിക്കുന്ന മൈക്രോ ക്യാപ് കമ്പനിയാണ് പ്രതിൽ ലിമിറ്റഡ്. 1982 കമ്പനിയുടെ തുടക്കം. കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 59 കോടി രൂപയാണ്. വെള്ളിയാഴ്ച 17.40 പ്രതിന് ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. അതേപോലെ പ്രതി ഓഹരി ബുക്ക് വാല്യൂവിനേക്കാൾ താഴെയാണ് ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വില എന്നതും ശ്രദ്ധേയം. അതേസമയം കോവിഡിന് ശേഷം കമ്പനിയുടെ വരുമാനം കുത്തനെ ഇടിഞ്ഞു. എന്നിരുന്നാലും അവസാന 2 സാമ്പത്തിക പാദങ്ങളിലും വരുമാനത്തിൽ വൻപൻ കുതിച്ചുചാട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. നിലവിൽ പ്രതിൽ ലിമിറ്റഡിൻ്റെ 99% ഓഹരികളും റീറ്റെയിൽ നിക്ഷേപകരുടെ പക്കലാണുള്ളതെന്നും ശ്രദ്ധിക്കുക. ഇക്കഴിഞ്ഞ ജനുവരി 17 ചേർന്ന പ്രതിൽ ലിമിറ്റഡിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് ഓഹരി ഉടമകൾക്ക് 2:1 അനുപാതത്തിൽ ബോണസ് ഷെയർ വിതരണം ചെയ്യുമെന്നാണ് പ്രഖ്യാപനം. അതായത് നിക്ഷേപകരുടെ കൈവശമുള്ള ഓരോ പ്രതിന് ഓഹരിക്കും വീതം അധികമായി 2 സൗജന്യ ഓഹരികൾ കൂടി ലഭിക്കുമെന്ന സാരം. ഇതിനായുള്ള റെക്കോർഡ് തീയതിയും ബോണസ് തീയതിയും മാർച്ച് 7 നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം ബോണസ് ഇഷ്യൂ എങ്ങനെയാണ് നിക്ഷേപകരെ ബാധിക്കുക എന്ന് നോക്കിയാൽ, ഉദാഹരണത്തിന് നിശ്ചിത റെക്കോർഡ് തീയതിയിൽ 100 പ്രതിന് ഓഹരികൾ കൈവശമുള്ളവർക്ക് ബോണസ് ഷെയർ കൂടി ലഭിക്കുന്നതോടെ കൈവശമുള്ള മൊത്തം ഓഹരികളുടെ എണ്ണം 300 വർദ്ധിക്കും. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൻ്റെ തീരുമാനപ്രകാരം ഓഹരി വിഭജനം അഥവാ സ്റ്റോക്ക് സ്പ്ലിറ്റ് 10:1 അനുപാതത്തിൽ നടത്തുമെന്നാണ് അറിയിപ്പ്. അതായത് നിലവിൽ 10 രൂപ മുഖവിലുള്ള ഒരു പ്രതിന് ഓഹരി 1 രൂപ മുഖവിലുള്ള 10 ഓഹരികളായി മാറുമെന്ന് ചുരുക്കം. ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ്പെർട്ട് തീയതിയുമായി നിശ്ചയിച്ചിരിക്കുന്നത് മാർച്ച് 7 തന്നെയാണ്. അതേസമയം സ്റ്റോക്ക് സ്പ്ലിറ്റ് എങ്ങനെയാണ് നിക്ഷേപകരെ ബാധിക്കുക എന്ന് നോക്കിയാൽ, ഉദാഹരണത്തിന് നിശ്ചിത റെക്കോർഡ് തീയതിയുടെ 100 പ്രതിന് ഓഹരി കൈവശമുള്ളവർക്ക് സ്പ്ലിറ്റ് കഴിയുന്നതോടെ കൈവശമുള്ള മൊത്തം ഓഹരികളുടെ എണ്ണം 1000 വർദ്ധിക്കും. ഉദാഹരണത്തിന് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ 100 പ്രതിന് ഓഹരി കൈവശമുള്ളവർക്ക് ഒരേ സമയം സ്റ്റോക്ക് സ്പ്ലിറ്റും ബോണസ് ഇഷ്യൂവും കൂടി പൂർത്തിയാകുമ്പോൾ കൈവശമുള്ള ഓഹരികളുടെ മൊത്തം എണ്ണം 3000 വർദ്ധിക്കും. അതേപോലെ ആനുപാതികമായി പ്രതിന് ഓഹരിയുടെ വിപണി വിലയും താഴുമെന്നതും ഓർക്കുക. ഉദാഹരണത്തിന് കോർപ്പറേറ്റ് നടപടിയുടെ തൊട്ട് മുമ്പ് പ്രതിന് ഓഹരിയുടെ വിപണി വില 17 രൂപ ആയിരുന്നുവെങ്കിൽ എക്സ് തീയതിയിൽ ഓഹരിയുടെ വിപണി വില 60 പൈസ നിലവാരത്തിലേക്ക് തിട്ടപ്പെടുത്തും. അതായത് ബോണസ് ഷെയറിലൂടെ സ്പ്ലിറ്റിലൂടെയും നിക്ഷേപകരുടെ കൈവശമുള്ള മൊത്തം ഓഹരി എണ്ണം വർദ്ധിക്കുമെങ്കിലും അതിന് ആനുപാതികമായി ഓഹരിയുടെ വിലയും താഴുമെന്നതിനാൽ മൊത്തം വിപണി മൂല്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് സാരം. മേൽ സൂചിപ്പിച്ച ഓഹരിയെ സംബന്ധിച്ച് വിവരം പഠനാവശ്യത്വം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപത്തിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നെല്ലിപ്പാട്ടം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.